ആട് നേരെ നടന്നു പോകുന്നത് മലഞ്ചെരുവിലുള്ള ഒരു ഗുഹയിലേക്കാണ്. കർഷകന്റെ അത്ഭുതം ഇരട്ടിച്ചു. എന്തായിരിക്കും അവിടെ എന്നറിയാനുള്ള ഉത്കണ്ഠമായ ആഗ്രഹത്തോടെ ഗുഹയിലേക്കെത്തി നോക്കിയ കർഷകൻ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. നിലത്ത് വിരിച്ച വസ്ത്രത്തിൽ സുമുഖനായ ഒരു കുഞ്ഞു മലർന്നു കിടക്കുന്നു. ആട് അതിന്റെ അകിട് വായിൽ വെച്ചു കൊടുക്കുന്നു. കുഞ്ഞു പാൽ കുടിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഒന്നുമറിയാത്ത പോലെ ആട് തിരിച്ചു നടക്കുന്നു. കർഷകൻ ഗുഹയിൽ കടന്ന കുഞ്ഞിനെയും എടുത്ത് വീട്ടിലേക്ക് നടന്നു. ഇതൊരത്ഭുത ശിശുവാണെന്ന് അദ്ദേഹത്തിന്റെ അന്തരംഗം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞ് കർഷകന്റെ വീട്ടിൽ വളർന്നു വലുതായി. കർഷകന്റെ മക്കളിൽ നിന്ന് എഴുത്തും വായനയും അഭ്യസിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലുമുള്ള സാമർത്ഥ്യം കർഷകനെ വളരെയധികം സന്തോഷിപ്പിച്ചു. കുട്ടിയുടെ സുന്ദരമായ കൈയക്ഷരം കണ്ട് കർഷകൻ അമ്പരന്നു. ആ ഇടയ്ക്കാണ് രാജാവിന്റെ ഒരു വിളംബരമുണ്ടായത്. രാജ്യത്തെ നല്ല കൈയക്ഷരമുള്ള എഴുത്തുകാരെയെല്ലാം രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും നല്ല എഴുത്തുകാരനെ കൊട്ടാരം ഗുമസ്തനായി നിയമിക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഷീസ് നബി അലൈഹിസ്സലാമിന്റെയും പുരാതനമായ ഏടുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരുന്ന വിധിവിലക്കുകളും ചരിത്ര സംഭവങ്ങളും പകർത്തിയെഴുതാൻ വേണ്ടിയായിരുന്നു ഈ രാജകീയ നിയമനം. കർഷകൻ കുഞ്ഞിനെയും കൂട്ടി രാജസദസ്സിലെത്തി.